குணா இதுல ഒന്ന് ഒപ്പിട്ടെ. ഇതിലുള്ളതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കിക്കൊള്ളണം.
ഒരു വർഷം മുമ്പ് വരെ ഗുണ തന്നെയായിരുന്നു കാർ ചേസിംഗിൽ കിങ്. ഈ നഗരത്തിൽ കാർ ചേസിംഗ് എവിടെ ഉണ്ടെങ്കിലും ശരി അതിനെ ഗുണേനെ തന്നെ വിളിക്കും. കാരണം ചേസിംഗിൽ അവനെ വെല്ലാൻ ആരും തന്നെ ഇല്ല. ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ അത് തടയാൻ വേണ്ടി ഒരുവൻ വന്നു. ബർമ്മ. ചേട്ടാ, ബർമ്മ വന്നിട്ടുണ്ട്. നമസ്കാരം സാറേ. എന്തോടോ ബർമ്മ, ജോലിയൊക്കെ തകർച്ചയിൽ തീർത്തു എന്ന് കേട്ടു. ഇവനെ കാണുമ്പോ എനിക്ക് എന്റെ ചെറുപ്പക്കാലം ഓർമ്മ വരികയാണ്. ഇവൻ ശരിക്കും ആളൊരു അടിപൊളി തന്നെയല്ലേ? മാറുതി ചെല്ലേ, എന്തേലും കൊടുക്ക്. ആംഗ്രി ബേർഡ്സ്, നീയും ചെല്ല്. അയാൾ എന്താ 100, 200 എന്നൊക്കെ പറഞ്ഞു തരുന്നത്? അയാൾ നമ്മളെ രണ്ടുപേരെയും നല്ലോണം പറ്റിക്കുന്നുണ്ടാ. നീ എന്താ പറഞ്ഞു വരുന്നത്? സാറ് നമ്മളെ പറ്റിക്കുവാണെന്നാണോ? അല്ലാതെ പണം ഒരുപാട് തരാൻ അയാളെന്താ ടാറ്റയും പറഞ്ഞ വലുതാണോ? എടാ ബൂമറെ, ആവശ്യമില്ലാത്ത സാറിനെ കുറിച്ച് പറയണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടത്? 1000 രൂപ പോരെ? അത് ഞാൻ സാറിനോട് വാങ്ങിച്ചു തരാം. ബർമ്മയ്ക്കും ബൂമർക്കും നീ എത്ര കൊടുത്ത്? 500 രൂപ. 500 രൂപയോ? 500 രൂപ കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ടാ ഒരാൾക്ക് 100 രൂപ വെച്ച് കൊടുത്തു. അതേതളം നന്നായി. മാറുതി, ഇവന്മാർക്കൊന്നും അധികം കൊടുക്കാൻ പാടില്ല. നായിക്ക് എല്ലിട്ട് കൊടുത്താൽ അത് തിന്നു മിണ്ടാതെ പോവും. എല്ല് കിട്ടുമെന്ന് കരുതി വാലാട്ടിക്കൊണ്ടു തന്നെ ഇരിക്കും. എന്ത് ശരിയാ? വാല് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി ചേട്ടാ. എന്തെന്നത്? വളരെ ജാഗ്രതയോടെ ഇരിക്കണം, കേട്ടല്ലോ? അയ്യോ, നീ എത്ര സമയം പിടിക്കും? 5 മിനിറ്റ് ചേട്ടാ. നമസ്കാരം സാറേ. എന്താ പരിപാടി? വണ്ടിക്കൊരു ചെറിയ പ്രശ്നം, അതാ. ശരി, ഇതെന്റെ വണ്ടിയാ, ഇതെടുത്തിട്ട് പോയിക്കോ. ഇതോ? അതെ. ആരെ വണ്ടിയാ? ഇത് നമ്മുടെ വിജയകുമാറിന്റെ വണ്ടിയാ. പുള്ളിയുടെ വണ്ടി ഞാൻ ഓടിക്കാൻ എടുത്തിട്ട് വന്നാ. ശരി, വണ്ടി ശരിയാക്കി സാറ് പോയിക്കോ, ഞാനും ബൂമറും കൊണ്ട് ഇത് കൊണ്ടുവന്നേക്കാം. സാറേ, ലെഫ്റ്റ് കൂടെ അല്ലേ പോകുന്നേ? അതെ. അവിടെ അമ്പലത്തിൽ ജാഥ നടക്കുക. സാറ് റൈറ്റിൽ ബോസ് റോഡിൽ കൂടെ പോയിക്കോ. ശരി. ഓക്കെ സാറേ. അതെ, ഒന്ന് നിർത്തിക്കേ. എന്താടാ, കമ്മീഷണറുടെ വണ്ടി നിനക്ക് മോഷ്ടിക്കണം? കമ്മീഷണറുടെ വണ്ടിയോ? ഇത് വിജയകുമാറിന്റെയാ. ഞാനാടാ വിജയകുമാർ. ഇത് നമ്മുടെ വിജയകുമാറിന്റെ വണ്ടിയാ. പുള്ളിയുടെ വണ്ടി ഞാൻ ഓടിക്കാൻ എടുത്തിട്ട് വന്നാ. വേഗം. സർ, അത് പിന്നെ ഇറങ്ങടാ ഇങ്ങോട്ട്. കമ്മീഷണറുടെ വണ്ടി ഇതൊക്കെ കയറ്റിക്കൊണ്ട് പോകാൻ നിനക്ക് ധൈര്യം ഉണ്ടായോടാ? ഇല്ല സർ. സാറേ, ലെഫ്റ്റ് കൂടെ അല്ലേ പോകുന്നേ? അതെ. അവിടെ അമ്പലത്തിൽ ജാഥ നടക്കുക. സാറ് റൈറ്റിൽ ബോസ് റോഡിൽ കൂടെ പോയിക്കോ. ബർമ്മ ഇപ്പൊ എവിടെയാണ്?
ഗുണ ഉരോഷം അകത്തായതുകൊണ്ട് ഇപ്പൊ സീസിംഗ് എന്ന് പറഞ്ഞാൽ ബർമ്മ, ബർമ്മ എന്ന് പറഞ്ഞാൽ സീസിംഗ്. നമസ്കാരം സാറേ. നമസ്കാരം സാർ. വാടോ ബർമ്മ, എന്താ ആളൊന്ന് നന്നായി കൊഴുത്തിട്ടുണ്ടല്ലോ. എല്ലാം സാറിന്റെ കൃപയല്ലേ. ആ, ഇന്നാക്കി. ആ. നാ പിടിച്ചോ. താടാ. നാ ഇത് നിനക്കുള്ള ബോണസ്. ഈ ലിസ്റ്റിലെ 28 കാറിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതേ സാധാരണ ടീമല്ല, വമ്പൻ സ്രാവുകളുണ്ട് ഇതിനകത്ത്. നിസ്സാരമായി കരുതണ്ട ബർമ്മ. കണ്ണ് തെറ്റിയ കണ്ണ് വരെ അടിച്ചുകൊണ്ട് പോകും. ഓരോ വണ്ടിയും ഗോഡൌണിൽ കൊണ്ടുവന്ന് വിട്ട് കാശ് പഠിച്ചോണ്ട് പൊക്കോ. ശരി സാറേ. അല്ല സേട്ട് എവിടെ? IG കംപ്ലൈന്റ് ചെയ്യുമല്ലേ? അവര് വന്ന് CC അടയ്ക്കുവോ? IG ആക്ച്വലി എന്റെ കസ്റ്റമറാടോ. സാറേ, ആരകത്തുള്ളത്? സേട്ടുവിനെ പറ്റിച്ച അയാള് വെറുതെ വിടോ? എന്താ വർമ്മ, സുഖം തന്നെയല്ലേ? നിന്നെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി, അതാ ഞാൻ വന്നത്. പറ്റേ? എന്താ ചേട്ടത്? ബർമയെ അടിച്ച് പൊളിക്കാന്ന് പറഞ്ഞിട്ട് വെറുതെ വന്നല്ലോ. ഏയ്, ഞാൻ ഇപ്പോഴല്ലേ പുറത്തേക്ക് വന്നത്. അവനെ പിന്നെ കണ്ടോളാം. ഉണക്കി നിന്നോട് നല്ല ദേഷ്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിനിപ്പോ എന്താ? യോ, ആംഗ്രി ബേഡ്രാ. എടാ ബൂമറെ, വേഗത്തിൽ പോകുന്ന കാറും ഉയരത്തിൽ പറക്കുന്ന ഫ്ലൈറ്റും കണ്ട പട്ടികൾ കുരയ്ക്ക് തന്നെ ചെയ്യും. പക്ഷെ അതിനൊരിക്കലും പിടിക്കാൻ കഴിയില്ലല്ലോ, അല്ലേ? ആ, ഫോൺ എടുക്ക്. ഹലോ, എന്താ, വേദനിക്കുന്നുണ്ടോ? എന്റെ അച്ഛൻ അടിച്ചപ്പോ ഇതേ വേദനയായിരുന്നു എനിക്ക്. എടി നൂഡിൽസേ, നീ ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാണോ? ഞാൻ വന്നതല്ല, എന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. എന്തോന്ന്? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നോ? അല്ല, ബാഗൊന്നും എടുത്തോണ്ട് വന്നിട്ടില്ലേ? അതെ അതെ, വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് പെട്ടിയിലാക്കി മടക്കി തരും അച്ഛൻ. ഇപ്പൊ എവിടെ താമസിക്കുന്ന ഉദ്ദേശം? ഇവിടെ തന്നെ. എന്റെ അമ്മോ. മച്ചാനെ, ഈ പ്രേമം എന്ന് പറഞ്ഞ കറണ്ട് പോകുമ്പോ ഈ കൊതുക് വരുന്ന പോലെയാ. ഉറങ്ങാനും പറ്റില്ല, ഓടിക്കാനും പറ്റില്ല. ആലോചിക്കുന്നേ. അല്ല, എന്താ? ആലോചിക്കാൻ ഒന്നുമില്ലടാ. കൽപ്പന ഒരു മാലാഖ്യം പോലെയല്ലേ, ദൈവം തന്ന സമ്മാനം പോലെ. ഓക്കെ പറയടാ. ആലോചിച്ചോണ്ടിരിക്ക.
ഈ ബർത്ത്ഡേ അന്ന് ലവിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞ സമ്മതിച്ചു തരുമെന്ന് ആരാ പറഞ്ഞത്? നിനക്ക് അവൻ മതിയെങ്കിൽ ഈ വീട് വിട്ട് ഉടനെ പുറത്തു പോകണം. അതല്ല ആര് പറഞ്ഞു? ഏയ്, എന്താ എന്തിനാ ഇപ്പൊ ഇത്രയും ചെലവ് ചെയ്തത്? എന്റെ ബർത്ത്ഡേ അത്ര പ്രധാനമാണോ? നീ ഒന്ന് ചുമ്മാ ഇരിക്കെ. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ? അതെ, കേക്കിൽ എന്റെ പേര് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അവൻ കറക്റ്റ് ആയിട്ടല്ലേ വരച്ചിരുന്നേ. ആ, ഒരു മിനിറ്റ്, ഇപ്പൊ കാണിച്ചുതരാം. വൗ, നൈസ്. ചില്ലുകൊണ്ടുണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? എനിവേ, താങ്ക്സ് ഫോർ പരമ. ബർമ്മ. പരമുവേ. എന്റെ പേര് ബർമ്മ എന്നാ, നീ ബർമ്മ എന്ന് വിളിച്ചാ മതി. ഓ, ഓക്കേ ഓക്കേ. താങ്ക്സ് പരമ കൊച്ചേ. പോടി നൂഡിൽസ്. പോടാ പരമുവേ. നൂഡിൽസ്. പരമുവേ. നീ പോടി നൂഡിൽസ്. പോടാ. പോടി പോടി പോടാ. പോടി. ഏയ്, ഓക്കേ ഓക്കേ മിസ്റ്റർ പരമു, ഐ ലവ് യു. പൂക്കളോ ഇരുമിഴികളിൽ കയ്യെത്തും ദൂരം എന്നരികിൽ നീ മുത്തേ ദിവായൻ പുഞ്ചിരിയേ എൻ വാനമേ നീ. പൂക്കളോ ഇരുമിഴികളിൽ കയ്യെത്തും ദൂരം എന്നരികിൽ നീ മുത്തേ ദിവായൻ പുഞ്ചിരിയേ മം എന്നിൽ പൂത്തുവല്ലോ. ഈ വേളയിൽ നിന്നോടൊപ്പം ഞാനും ഉണ്ടല്ലോ. ജനഗണമായി എന്നിൽ വീണാൽ എൻ മോകം പൂവനിയും മുത്തേ. നിന്നാമം ജപിക്കും നെഞ്ചം നീയൊന്നു പോത്. വേഗം വാ, നീ പോവുകയാണെങ്കിൽ ഞാൻ നിന്നെ തേടി വരുമല്ലോ. എൻ ശ്വാസക്കാട്ടെ നീ എന്നിൽ വന്നറിയോ. നീ മാത്രം മതി, വേറൊന്നും വേണ്ട, ജീവിതം മതി. എൻ ശ്വാസക്കാട്ടെ നീ എന്നിൽ വന്നറിയോ. നീ മാത്രം മതി, നിന്നെ വിട്ടു പോവില്ല. എതിരെ കാണുന്നില്ല നിന്നീഴൽ കാട്ടായി വന്നു സൗരഭ്യം. മുത്തം തരുമോ ചിരിക്കാതെ ആശകൾ തീരുമോ. എതിരെ കാണുന്നില്ല നിന്നീഴൽ കാട്ടായി വന്നു സൗരഭ്യം. മുത്തം തരുമോ ചിരിക്കാതെ ആശകൾ തീരുമോ. അകലാൻ വയ്യായി നീ എനിക്ക്, ഞാൻ വന്ന് കൈകോർക്കാലോ. എന്നുറക്കം പോകും നല്ലോ വന്നാൽ ഞാനുറങ്ങാം. ഉള്ളം കയ്യിലൊന്നുമില്ല, ഞാൻ നിന്നെ പുണർന്നാലോ. നമ്മുടെ പ്രേമം ഒന്നായി ചേരും കാലം വരും, നീ കാക്കൂ.
ശ്വാസക്കാറ്റേ നീ എന്നിൽ വന്നണയോ നീ മാത്രം മതി വേറൊന്നും വേണ്ട ജീവിതമതി ശ്വാസക്കാറ്റേ നീ എന്നിൽ വന്നണയോ നീ മാത്രം മതി ഞാൻ നിന്നെ വിട്ടു പോവില്ല എന്താടാ അടുത്തത് കല്യാണമല്ലേ? ഒരുമിച്ച് ജീവിക്കാൻ കല്യാണം കഴിക്കണോടാ? എന്താടാ ഈ പറയുന്നത്? എന്താടാ ബൂമറെ, നീ എന്താ പേടിച്ചു പോയോ? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. പോടാ. എല്ലാത്തിനും കാശാടാ വേണ്ടത്. 28 കാറും കടത്തണം. 28 വണ്ടിയും കൂടെ പൊക്കി കഴിഞ്ഞാ ബർമ്മ സൂപ്പർ ആവും. പൊക്കിയാലല്ലേ? നമ്മൾ ആദ്യം മോഷ്ടിക്കാൻ പോകുന്നത് കുമാരന്റെ സ്കോർപിയോ. കുമാരന്റെ സ്കോർപിയോ അവന്റെ ഭാര്യയെ പോലെ എപ്പോഴും 2 പേര് കൂടത്തിലുണ്ടാവും. എന്തോന്നാ അവന്റെ ഭാര്യയുടെ ഒപ്പം 2 പേര് കാണുമെന്നോ? എടാ മന്ദബുദ്ധി, കാറിന്റെ കൂടെയാണെന്നാ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ആ 2 പേരുടെ കയ്യിലാ ചാവിയുള്ളത്. ഒരാളുടെ പേര് ബ്രൂസ്ലി, മറ്റവന്റെ പേര് ജെറ്റ്. ആ 2 പേരെ നമുക്ക് ഒതുക്കണം. എടാ ഇത് കുമാരന്റെ വണ്ടിയല്ലടാ. അതെനിക്ക് അറിയാടാ പോട്ടെ, അതിനൊക്കെ മിണ്ടായിരിക്കാമോ? വണ്ടി വാങ്ങിക്കണം. ശരിയാണ്. ബ്രൂസ്ലി നീ വണ്ടി നോക്കിക്കോ, ഞാൻ പോയത് പുക വലിച്ചിട്ട് വരാം. ചെട്ലി, നീ ഇവിടെ നിക്ക്, ഞാനൊരു ചായ കുടിച്ചിട്ട് വരട്ടെ. സാറേ നമുക്ക് അവനെ വിശ്വസിക്കാവോ? ഏൽപ്പിച്ചു നമുക്കതിനെ പണിയാവോ? അവൻ വരാൻ പറഞ്ഞെങ്കിൽ അത് ചുമ്മാതായിരിക്കില്ല, അതിന് വല്ല കാര്യം ഉണ്ടാവും. ശരി ശരി, ഞാൻ നോക്കിക്കോളാം, നീ പോയിട്ട് വാ. നീ ആരുടെ പറയാൻ? ഞാൻ ഇവിടെ നിന്നോളാം, നീ പോയിട്ട് വാ. മാരുതി, എന്താ ബർമ്മ ഈ വഴിക്കല്ലേ വരേണ്ടത്? അതെ ഏട്ടാ, ഗൂഗിൾ പ്രകാരം ബർമ്മ ഈ വഴി തന്നെ വരേണ്ടത്. ഗൂഗിൾ മാപ്പ്. ഓ വരുന്നുണ്ടോ നോക്കേ. ആ ഇവൻ എവിടെ പോവാ? എടാ ഇത് മീനാകുമാരിയാ. എടാ ഇത് റീറ്റാണ്, കാല് കണ്ടറിയില്ലേ? 10 വർഷമായിട്ട് മീനാകുമാരി പടം കണ്ടോണ്ടിരിക്കുക. എന്റെ അടുത്താണോ നിന്റെ കളി? ഇത് കണ്ടോ, 10 വർഷമായി റീറ്റായിട്ട് ഒരേ പടം ഞാൻ കണ്ടോണ്ടിരിക്കുക. എന്നോടാ നീ പറയണേ? എത്ര രൂപയ്ക്കടാ പറ്റേ? 1000 ഉറുപ്പ്യ. ഹലോ എന്താടാ ബൂമറെ, നിന്നെ ഏൽപ്പിച്ച കാര്യമല്ലോ ഓക്കെ ആയോ? എടാ ഓട്ടിച്ചോണ്ടിരിക്കല്ലേ? അതല്ലടാ ബൂമറെ, ഇന്ന് ബിവറേജ് ലീവാ, ക്വാർട്ടറിന് 300 രൂപയാണ്. എടാ അത്രയും തന്നെ ആവൂടാ. എടോ പോസ്റ്ററിന്റെ മുഖം ആദ്യം ഓട്ടിക്കടോ. സംസാരിച്ചോണ്ടിരിക്കല്ലേ, ഒന്നിരിക്കേ വയ്ക്ക്, ഞാൻ വിളിക്കാം. രൂപ പോയല്ലോ. റീറ്റയാണ്, അവളുടെ നിഴല് കണ്ട എനിക്ക് അറിഞ്ഞോടെ. എടുക്ക് 1000 എടുക്ക്. ഡോ
കാർ എങ്ങനെയാണോ ഇങ്ങോട്ട് നീങ്ങിയത്? നീ സംസാരം മാറ്റല്ലേ, പൈസ എടുക്ക്. സിനിമയ്ക്കാണോ വന്നേ? കാര്യം എന്താന്ന് ചോദിക്കേ. സാറ് വന്നിരിക്കുന്നത് കണ്ടില്ലായിരുന്നോ? എന്താ മിണ്ടാതിരിക്കുന്നേ? ഒന്ന് മനസ്സിലാക്കി കൊടുത്തേ. മാർക്കറ്റ് ഞങ്ങളുടെതല്ലേ, ഇതിലൊന്ന് സൈൻ ചെയ്ത് തന്നാലേ ഞങ്ങൾ ഞങ്ങളുടെ പാടിന് പൊക്കോളാം. മാർക്കറ്റ് അവരുടേതാണെന്ന്. ഞാൻ എന്റെ പൊട്ടനാണാ? ഹലോ ചേട്ടാ, അവിടുത്തെ വേഗം സ്ഥലം വിട്ടു. നിങ്ങളെ തീർക്കാൻ മണി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആരാടാ നീ? ഞാൻ ആരാണെന്നുള്ളതൊക്കെ പോട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള എഗ്രിമെന്റ് പേപ്പർ സൈൻ ചെയ്യുന്ന അടുത്ത സെക്കൻഡുള്ളിൽ നിങ്ങൾ തട്ടും. എന്താടാ നോക്കണേ, ഒപ്പിട്. പറ്റുമെങ്കിൽ എസ്കേപ്പ് അയക്കൂ. ദേവം വെട്ടി തീർക്കാൻ പോണ്. നീ നിന്റെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി അല്ലേ? നമുക്ക് പിന്നീട് മുട്ടാടാ. നടക്കടാ. അവന്റെ എരിയിൽ വിളിച്ചിട്ട് അവനെ പണി തന്നേനവൻ. മാർക്കറ്റിൽ അവന്റെ പിള്ളേരെ ആര് കാല് കുത്തിയാലും കൊന്നുകളയും ഞാൻ. നമുക്ക് ഇവിടുന്ന് പോവാം. എന്താ ചേട്ടാ അവര് പോയല്ല? ആരെയും താക്കോല് വെച്ചത്? എന്ത്? ഏത് താക്കോല്? എന്താടാ മിഴിച്ചിരിക്കുന്നേ? വണ്ടി എടുക്കട്ടെ, ഒന്ന് വേഗം കേറടാ. കേറാനുള്ളതിന് മിഴിച്ചിരിക്കുന്നത്. വാടാ. ഹലോ. വേല സാറേ, വണ്ടി അടിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേഷനിലേക്ക് ഫാക്സ് കളിക്ക്. വണ്ടി കൊണ്ടുവിട്ടിട്ട് കാശ് വാങ്ങിട്ട് പോ ബർമ്മ. ഓക്കെ സാർ. എടാ ബൂമറേ, കുമാറിന്റെ അഡ്രസ് ആ സ്കോർപ്പിയോ ഓണർക്ക് അയച്ചേക്ക്. ശരിടാ. അപ്പൊ അന്ന് അവന്റെ തനി സ്വഭാവം കാണിച്ചോണ്ടാ. ആരുടെ വണ്ടിയാടാ ഇത്? അയ്യോ സാറേ, നമ്മുടെ വണ്ടി അതുപോലെ തന്നെ ഫോട്ടോ സ്റ്റഡി ചെയ്തിരിക്ക. അവൻ പണി തന്ന കണ്ടാ. ആ വണ്ടിയിലെ സേട്ടിന്റെ ആൾക്കാരല്ലേ? അതെ അണ്ണ. അതെ അതെ ചേട്ടാ, കുമാരന്റെ വണ്ടിയാണല്ലോ ഏട്ടാ. എന്താടാ ബർമ്മഞ്ഞ് വണ്ടി പൊക്കിയിട്ടില്ല തോന്നുന്നു. അതേട്ടാ. കേരളത്ത് എന്ത് ധൈര്യം ഉണ്ടെങ്കിലും ആ വണ്ടി എടുത്തിട്ട് ഈ വണ്ടിയും മോഷിക്കാൻ വന്നിരിക്കുന്നേ. കൊന്നടോ അവനെ ഞാനിത്. ചേട്ടാ, ബർമ്മ വണ്ടി പൊക്കുന്നതിന് മുമ്പേ നമുക്ക് പൊക്കിയാലോ? ചേട്ടാ പൊക്കിക്കോ. അവന്മാര് പുറകിൽ വരുന്നുണ്ടാ. ഓക്കേ. അതെ സാറേ, വരണ്ടല്ലോ. വരട്ടെ വരട്ടെ. ചേട്ടാ, വണ്ടി എന്നാ ലെഫ്റ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആട് തന്നെ തല കാണിക്കുന്നു. ബിരിയാണി കഴിച്ച് മുറുക്കാൻ ചവയ്ക്കാതെ ഒക്കാണ്ട. എന്താ ചേട്ടാ ഡെഡ് ഉണ്ട്? അവന്മാരത് എവിടെ പോയി കാണും? എന്തോന്നാടാ ചെയ്യണേ? നേരത്തെ നമ്മുടെ ചേട്ടനെ ഇതുപോലെയാണ് അടിച്ചത് അവരെ.
പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നിന്നെ പൊക്കിവിടാം. ആ. നീ അകത്തേക്ക് ചാടി കഥക തുറക്കണം. ശരി. മനസ്സിലായോ? ഇതുവഴി കേറിയിട്ട് കഥക് ഇനി തുറക്കണല്ലേ? ഏയ് ആരത്? എന്താ നോടാ കഴുതേ? ഞാൻ എന്താ ചെയ്യുന്നത് നോയിക്കോ. പൂച്ചയെ പോലെ ഒച്ച ഉണ്ടാക്കുന്ന ആരാണ്? അയ്യോ. ആ കുമാർ, നമുക്ക് എപ്പോ മീറ്റ് ചെയ്യാം? See this. ലണ്ടൻ മ്യൂസിയത്തിൽ നിന്ന് കാണാതെ പോയ ഈസ്റ്റർ egg ഇതാണ്. ജെസിക്ക, ക്ലാരയോട് ചോദിച്ചിട്ട് പറയാം. എനിക്ക് സാറിന് ദേഷ്യം മനസ്സിലായി. എല്ലാ അച്ഛന്മാരും മകളെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നേ. നാളെ എനിക്കൊരു പെൺകുട്ടി ഉണ്ടായാൽ ഞാനും അത് തന്നെയല്ലേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. കളക്ടറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നെങ്കിൽ എന്നെ പോലുള്ളവർക്ക് എന്തിനല്ലേ സാറേ? നോക്ക് സാറേ, തമ്മനത്ത് 4 സെന്റ് സ്ഥലം വാങ്ങിച്ചതിന്റെ പേപ്പറാ. ഇതൊന്നും സാറിന്റെ മോക്ക് വേണ്ടിയല്ല, എന്റെ കുഞ്ഞിന് വേണ്ടിയുള്ള സമ്പാദ്യ. സാറിന്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കാം. പക്ഷേ നാളെ എന്റെ കുഞ്ഞ് എന്റെ കോളറി പിടിച്ച് എന്താ സമ്പാദിച്ചെന്ന് എന്നോട് ചോദിക്കുവാണെങ്കിൽ ഇതെടുത്ത് കാണിക്കും സാറേ. എന്റെ അച്ഛൻ നന്നായിട്ട് സമ്പാദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഒരു ചാൻസ് തന്നു നോക്ക് സാറേ, അല്ലെങ്കിൽ ഇവളെ വിളിച്ചോണ്ട് പോയിക്കോളൂ. ഇവളുടെ അമ്മയ്ക്ക് ഇവളെ ബന്ധുവിനെ കൊണ്ട് കെട്ടിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഞാൻ ബന്ധുവിനെ വിശ്വസിക്കുന്നതിനേക്കാളും നിന്നിലാണ് എനിക്ക് വിശ്വാസം. എന്റെ മോളെ നോക്കിക്കൊള്ളണം, മനസ്സിലായോ? തീർച്ചയായിട്ടും സാർ. താങ്ക്സ് അച്ഛാ. അച്ഛാ ഒരു മിനിറ്റ്. എടാ വന്നേ. വാ. സാർ, കോള കഴിക്കും സാർ. വേണ്ട. നിന്റെ പേരാണോ ബൂമർ? അതെ സാർ. എടാ, എന്റെ അച്ഛൻ്റെ അടുത്ത് ഇത്ര ധൈര്യമായിട്ട് എങ്ങനെയാ സംസാരിച്ചത്? അറിയില്ല, നിന്നെ വിളിച്ചോണ്ട് പോകുന്നുള്ള പേടിയില് ധൈര്യമായിട്ട് സംസാരിച്ചു.
മച്ചാനെ, പ്രേമിക്കുന്ന പെണ്ണും ഭാര്യയായി കിട്ടുന്ന പെണ്ണും നമ്മുടെ കയ്യിലല്ല അത്. പക്ഷെ നീ ലക്കിയാടാ. കല്യാണത്തിന് ശേഷം അവളുടെ അച്ഛൻ വീട് തരുന്നടാ പറഞ്ഞിരിക്കുന്നത്. ആ? അവസാനത്തെ വണ്ടി അടിച്ചു മാറ്റിയില്ലേ, ഇനി കല്യാണം തന്നെ. ഡാ, ഞാൻ എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നു, നീ അങ്ങോട്ട് വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ വണ്ടി എന്തിനാടാ നീ ഇങ്ങനെ ചെറിയ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ചെറിയ വണ്ടി പൊക്കുന്നതിന് പകരം ഇതുപോലൊരു വലിയ വണ്ടി പൊക്കിയാ നമ്മുടെ ലൈഫ് സെറ്റിലടാ. ഡാ, അടുത്ത ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, കുറച്ച് പതുക്കെ പറയടാ. ആൾക്കാരോ? എവിടെയാടാ? നീ ആ ഷൂ കണ്ടില്ലേ? അതെ മീശ നോക്ക്. അതെ, ഹെയർ കട്ടിങ് കണ്ടില്ലേ? പക്ഷെ തൊപ്പിയില്ലല്ലോടാ. നമ്മൾ പറഞ്ഞതൊക്കെ കേട്ട് കാണൂടാ. നമസ്കാരം സർ. തൊപ്പിയില്ലഞ്ഞിട്ടും നീ ഇതിനിടെ ഇടേറ്റ് നിന്ന് മന്ദബുദ്ധി. ആളെ കണ്ടില്ലേ? സൂപ്പറായിട്ടില്ലേ? ശരിക്കും ഒരു സ്ട്രിക്റ്റ് ആയ പോലീസ് പോലെ ഉണ്ട്. ഏ ആ, നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്തു തരും. കാര്യം കഴിഞ്ഞതും പറഞ്ഞതുപോലെ 20% തരുമല്ലോ അല്ലേ? ഉം. ക്ലാരെ, വിസ റെഡി ആയിട്ടുണ്ട്. എപ്പോഴാ ടിക്കറ്റ് എടുക്കേണ്ടത്? മാർച്ച് 1 ആയിക്കോട്ടെ. ക്ലാര, നാളെ ജെസിക്കയുടെ കൂടെ നൈറ്റ് മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫെബ് 28 വെബ് സെക്യൂരിറ്റി സർവീസ് വാൻ 5 കോടി പണത്തോടൊപ്പം ദി സോഫ്റ്റ് കമ്പനിയിലെത്തുന്നുണ്ട്. സിറ്റി കടക്കുന്നത് വരെ നമുക്ക് വണ്ടിയെ തൊടാനേ കഴിയില്ല. എന്നാൽ അതിനുശേഷം 3 മീറ്റേഴ്സ് ഹൈവേ ആണ്. അവിടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ പ്രകാരം വണ്ടിയെ കിഡ്നാപ്പ് ചെയ്യാം. വണ്ടി ഈ റെയിൽവേ ഗേറ്റിൽ നിൽക്കും. റെയിൽവേ ഗേറ്റ് അടയ്ക്കാണല്ലോ, ട്രെയിൻ ലേറ്റ് ആകാൻ ചാൻസ് ഉണ്ടെന്നാ തോന്നണേ. അങ്ങനെയാണെങ്കിൽ പുറകിൽ വന്ന് നമുക്ക് വണ്ടി പൊക്കിക്കളയാലേ? വണ്ടി നിൽക്കുന്ന 3 നിമിഷത്തിനുള്ളിൽ പോലീസിന് ന്യൂസ് എത്തും. കാരണം വണ്ടിയിൽ GPS സർവീസ് ട്രാക്ക് ഉണ്ട്. എന്നാലും പോലീസ് ഇവിടെ എത്തണമെങ്കിൽ എങ്ങനെയെങ്കിലും 15 മിനിറ്റ് ആകും. അതിനുള്ളിൽ നമ്മൾ രക്ഷപ്പെടും. ആ ഗേറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. ആരാ നീ? ആന്ധ്ര ബോർഡർ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. എന്നാ അതിനു മുമ്പ് 3 ചെക്ക് പോസ്റ്റുകളുണ്ട്. എല്ലാ ചെക്ക് പോസ്റ്റിലും ന്യൂസ് എത്തിക്കഴിയും. ചെക്ക് പോസ്റ്റ് ഈസിയായി കടക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വണ്ടി കൊണ്ട് കഴിയില്ല. നമുക്കാവശ്യം ഒരു ഇമ്പോർട്ടഡ് വെഹിക്കിൾ.
എടാ അകത്ത് വാച്ച്മാൻ ആരെങ്കിലും കാണും. കണ്ടടാ വാച്ച്മാനൊന്നുമല്ല. Yes, sir. എന്താ അത് പോലീസ് പ്രൊട്ടക്ഷൻ നിർത്തിയിട്ടുണ്ടല്ലോടാ. ഒന്നും ഉണ്ടായിക്കടാ. ചേട്ടാ ഈ അഡ്രസ് ഈ വീടിൻ്റെതാണോ? എന്താ നീ ആളെ കൊന്നു കളഞ്ഞല്ലോടാ. ഏയ് ബോധം കെടുത്തിയതാടാ. ഇന്ന ആ? എണീറ്റിൽ ഒന്നുകൂടെ മണപ്പിച്ചേക്ക്. ഏയ്, ഒന്ന് ചെയ്യടാ. Oh, they're going to go and they're going to run out. Miles out too. Good work. Light Sharma, I think, the man who was wide awake to it all. Throw into the bowler's end. Pollard was keen to get back on strike and was trying to seize the എന്താ opportunity. ഡാർലിംഗ്, Ball having gone രാവിലെ ന്യൂസ് പേപ്പർ വായിച്ച റിസൾട്ട് അറിഞ്ഞോടെ? isn't taken. എന്തിനാ വെറുതെ ഉറക്കം കളയുന്നത്? കാറിന് ഡ്യൂ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു മറുപടി പോലും പറഞ്ഞില്ലല്ലോ. And Chris Morris right. അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാന്ന് സേട്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീടായിരുന്നെങ്കിൽ നെറ്റ് ക്യാഷ് കൊടുത്ത് പുതിയ കാറ് വാങ്ങിച്ചേനെ. Might have preferred that one. Anyway, they've got one. Off the bat. Nicked and taken. Very good, very good. ഈ ടി വി ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? പറ്റില്ല. എപ്പ മാച്ച് കഴിഞ്ഞ് എപ്പ ചാവി എടുക്കാനാ? ഒച്ചയുണ്ടാക്കില്ലടാ. ഇവൻ കീ എടുക്കാൻ പോയോ അത് ഉണ്ടാക്കാൻ പോയോ? പിന്നെ കല്യാണത്തിന് അമ്മയും വിളിക്കണം. യോ കീ എടുക്കാൻ വന്നിട്ട് രണ്ടുപേരോട് ലവ് അടിച്ചോണ്ടിരിക്കുവാണല്ലേ. മിണ്ടായിരിക്കടാ മന്ദബുദ്ധി. അങ്ങോട്ട് നോക്കടാ, താക്കോല് ടിവിയുടെ പുറകിലാ. അതിനിപ്പോ എന്താ, നിങ്ങൾക്ക് കീ എടുക്കണം. അതെ, വളരെ ഈസി അല്ലേ? അതെങ്ങനെ? ഇതെല്ലാം ജയന്റെ കാലത്തിലെ ടെക്നിക്കല്ലേ. എന്താടാ ചെയ്യുന്നേ? യോ എന്താടാ കറണ്ട് കട്ടാവാത്ത? അതോ ടെക്നോളജി അല്ലേ? അത് ഇൻവെർട്ടറാടാ. പിന്നെ ഏത് ബട്ടനാണ് അമർത്തേണ്ടത്? അത് എനിക്കറിയോ. പിന്നെ എങ്ങനെയാടാ കാറ് പൊക്കണത്? നീ മാതൃകത്തിൽ മോഹൻലാൽ കാണിച്ച ടെക്നിക്ക് കണ്ടിട്ടുണ്ടോ? അതെ, ബെഡ്റൂം അടുത്തുള്ളത്. ഇത് ബാത്റൂമാ മനുഷ്യ. വലായ സാറേ, BMW പൊക്കിട്ടുണ്ട്. സ്റ്റേഷനിലേക്ക് ഫാക്സ് അയച്ചോളൂ. അത് കലക്കി. സേട്ടു കേട്ട ഒരുപാട് സന്തോഷപ്പെടും. ഇവിടെ 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 ഫോൺ ഇവിടത്താ. ആ. ബർമ്മ, ഞാൻ ഓഫീസിലുണ്ട്. എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല. BMW ഓഫീസിൽ കൊണ്ടുപോവാ. ശരി സേട്ടെ. ഓക്കെ. ഇതിന്റെ വില 1 കോടിക്ക് മേലെയാണ്. എന്നാ നിങ്ങൾ എനിക്ക് 50 ലക്ഷം തന്നാൽ മതിയാകും. ആ ഈസ്റ്റർ എഗ് എനിക്ക് കാണാൻ കഴിയുമോ? ആ I need my cash first. നമ്മുടെ ഡീല് നാളേക്ക് വെക്കാം അല്ലേ?
ടാ. ദേ. എടാ നിക്കടാ. ഓ, എവിടെ നടാ വീണത്? വേഗം വേഗം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. നീ തുടണ്ട, നീ പോയി വണ്ടി എന്താ ചെല്ല്. എന്താ ചെയ്യണ്ടേ? ഇത് കിടക്കുന്ന പോകാനല്ലേ പറഞ്ഞു. എടാ പൊക്കടാ. മുഴുവൻ ചെക്ക് ചെയ്ത് നോക്കി, അവളെ എങ്ങും കാണുന്നില്ല. ശരി, വണ്ടി എടുക്ക. ഒന്നും മനസ്സിലാവുന്നില്ല, പെട്ടെന്ന് പോടാ. എടാ പോയിക്കൊണ്ടിരിക്കല്ലേ, നീ കരയാതെ. കരയല്ലെന്നല്ലേ പറഞ്ഞേ. എടാ ശ്വാസമില്ലല്ലോടാ. എടാ പോലീസിനാ. പട 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 പുറകോട്ട് എടുത്തു. വേഗം 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 എടുക്കടാ. രക്ഷപ്പെട്ടു. പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു തന്നെ. പുറത്തിറങ്ങടാ. എന്തിനാടാ? പുറത്ത് വരാനല്ലേ പറഞ്ഞേ. നീ എന്താ ചെയ്യാൻ പോകുന്നത്? നീ മിണ്ടല്ലേ. നീ എന്തിനാ കാണിക്കുന്നേ? പോക്കടാ. എന്താ ചെയ്യാൻ പോകുന്നേ? അയ്യോ, എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് വയ്യടാ. പോക്കടാ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇവിടെ ഇവിടെ. നീ എന്താ ഈ ചെയ്യുന്നേ? ഇതൊക്കെ തെറ്റാണ്. അയ്യോ, നീ എങ്കിലും അവനോടൊന്ന് പറയ. എടുത്തോളൂടാ. ദൈവമേ, അയ്യോ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് ഇന്ന് കൊണ്ടുപോവാം. അയ്യോ, എടാ അവിടെ നിൽക്ക്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ പറയുന്നൊന്ന് കേക്ക് ബർമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അളിയാ
വണ്ടി ഓടുക. എടാ, നിനക്ക് ഫോണിന്റെ ഏതൊക്കെ സ്വിച്ച് ഓഫ് ഓണെന്നൊന്നും അറിയത്തില്ലേ? എടാ എന്താടാ, ഒരു സൈഡിൽ പോലീസ് ഒരു സൈഡിൽ സേട്ട്, പിടിക്കപ്പെട്ട ചത്തത് തന്നെ. ഛേ, സേട്ട് ഫോൺ ചെയ്തോണ്ടിരിക്കുക. അയ്യോ എടുക്കലടാ, പിടിച്ചു കഴിഞ്ഞാൽ കത്തി വെക്കൂടാ. കോപ്പ്. നൂഡിൽസേ, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ഛേ, അയാൾ പിന്നെ വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ. നമുക്കങ്ങ് സത്യം പറഞ്ഞാലോ? എടുക്കില്ലെന്ന് പറഞ്ഞല്ലടാ. ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഊട്ടിയിലേക്ക് പോയാലോ? ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഊട്ടിയിലേക്ക് പോയാലോ? നീ ഊട്ടിക്കല്ല, ഡൽഹിക്ക് പോയ പോലെ സേട്ട് കണ്ടുപിടിക്കും. അതെ അതെ, ആ പന്നിക്കാലം കണ്ടുപിടിച്ച് കളയും. പന്നി നീയോ ഞാനോ? അത് പിന്നെ ചെറിയ പിള്ളേരാന്ന് വിചാരിച്ച് തലേ കെട്ടി വെച്ചതാ. പക്ഷെ അവിടെ ഇരുന്ന് നിങ്ങളൊക്കെ മാതാൻ തുടങ്ങിയില്ലേ. എന്നെ വെറുതെ വിടില്ലല്ലോ. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ആദ്യം വിളിച്ചിട്ട് വണ്ടി കൈവശമുണ്ടെന്ന് ഒരു ഉഗ്ര നുണ പറയും. പിന്നെ ആ വണ്ടി കാണുന്നില്ലെന്ന് മറ്റൊരു നുണയും പറയും. അതെല്ലാം വിശ്വസിക്കാൻ എൻ്റെ തലയിൽ കൂടെ വണ്ടി ഓടുന്നുണ്ടോ? ഷേട്ടു, നാണം കെടുത്തിയല്ലോ സേട്ടു. നിങ്ങളോട് 3 മാസം സമയം ചോദിച്ചതല്ലേ? ഇതാ പറഞ്ഞ തുക പലിശ ചേർത്തുണ്ട്. എനിക്ക് വണ്ടി RC ബുക്കും പെട്ടെന്ന് വേണം. അല്ല, അതൊന്നും ഞാൻ സമ്മതിക്കില്ല. വണ്ടി നിങ്ങൾ എങ്ങനെ എടുത്തോ അതുപോലെ തന്നെ തിരിച്ചെൻ്റെ വീട്ടിലെത്തിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ RC ബുക്ക് മേടിക്കൂ. ഈ തീരുമാനത്തിൽ മാറ്റമില്ല. എന്താടോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരി. അവനെ ഒന്നും ചെയ്യല്ലേ. വേണ്ട പ്ലീസ്, അവനെ വിട്ടേക്കൂ. ഒന്നും ചെയ്യല്ലേ. അയ്യോ വർമ്മ, വേണ്ട അവനെ ഒന്നും ചെയ്യല്ലേ. പ്ലീസ് ഇങ്ങോട്ട് വർമ്മ, വിട് എന്റെ കൈ, വിട് വർമ്മ, വിട് എന്റെ കൈ, എന്റെ കൈ വിട്. വണ്ടി നീ മോഷ്ടിച്ചതാണോ അതോ വേറെ ആരെങ്കിലും മോഷ്ടിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വണ്ടി ഇവിടെ ഉണ്ടാവണം. വണ്ടി ഇവിടെ തന്നിട്ട് നിനക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകാം.
in the city. Jungle in the city. Baby getting ready. Nanga Sara ready. എടോ മര്യാദയ്ക്ക് വണ്ടി വന്നേക്ക്. എന്റെ ജീവിതം വെച്ച് കളിക്കരുത്. നീ എൻ്റെ അമ്മാവൻ്റെ മകളൊന്നല്ലല്ലോ, നിന്റെ കൂടെ ഞാൻ കളിക്കാൻ. ഒന്ന് പോടാ. നമ്മുടെ പ്രശ്നം പറഞ്ഞു തീർക്കാം. നിങ്ങൾ ആ വണ്ടി വന്നേക്ക്. ഞാൻ എന്തിനാടാ നിന്റെ വണ്ടിയെ പൊക്കണേ? പിന്നെ എന്തിനാ നിങ്ങൾ ഓടിയത്? എനിക്ക് ഷുഗറാണേ, ഡോക്ടറിനോട് ഓടാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓടിയത്. നീ എന്തിനാ ഓടിയത്? നിനക്കും ഷുഗറുണ്ടോ? എടോ ദാ നിന്നെ തല്ലണമെങ്കിൽ ഞാൻ നേരിട്ട് തല്ലും, നിന്നെ പോലെ പുറകിന്ന് തല്ലില്ല. ഒന്ന് പോടാ. എടാ എല്ലായിടത്തും അന്വേഷിച്ചടാ, പക്ഷെ വണ്ടി കണ്ടിട്ടില്ല. വണ്ടി ചിലപ്പോ അവൻ കൊണ്ടേക്കാണോടാ. നീ അങ്ങോട്ട് വന്നേക്ക്, ഞാൻ അങ്ങോട്ട് വരാം. വാലാട്ടി വാലാട്ടി പുറകെ പോയി തേടിക്കൊണ്ടിരിക്കാൻ തൂത്തേ. ആരാണെന്നറിയോ? നായ. എന്താ നോക്കണേ? ഒന്ന് പോടാ. ചേട്ടാ കലക്കി കളഞ്ഞല്ലോ. എത്ര വേഗത്തിൽ കാറിൽ പോയാലും ഫ്ലൈറ്റിൽ പറഞ്ഞാലും ശരി, നിർത്തേണ്ട സമയം വന്നാൽ നിർത്തണമല്ലോ. ആ പോയിന്റ് ഞാൻ ഫോളോ ചെയ്തു, അത്ര തന്നെ. എന്താ മച്ചാനെ, കാറ് നല്ല കലക്കനാണല്ലോ. ആണോ? പിന്നല്ലേ. എന്നാ ഇത് വളരെ കുറവാണ് കേട്ടോ. എന്താ പോയി നമ്മളെ നോക്കി ഇങ്ങനെയൊക്കെ പറയണ? നീ പോയി ആ തടിയനെ ഒന്ന് കാണ്, അവൻ കാർ അറേഞ്ച് ചെയ്തു തരും. ഓ, അവരുടെയിലാണല്ലേ? അല്ല, ബ്രോക്കർ രവിയുടെ അടുത്ത്. ഇവൻ എന്താടാ ഫോൺ ചെയ്തോണ്ടിരിക്കണേ? ആ നമസ്കാരം മാഷേ. എന്തൊട്ട് രവി, സുഖം തന്നെയല്ലേ? ഫോൺ ചെയ്തേ? ആ സുഖാണ് മാഷേ, ലേശം ബിസി ആയിരുന്നു. പറ മാഷേ. അതല്ലേ നിന്റെ വൈറ്റ് കളർ ബെൻസിനടാ? വൈറ്റ് കളർ ബെൻസാ? അതേനെ. മാഷേ ഒന്ന് ലൈനിലിരിക്കോ, നോക്കിയിട്ട് പറയാം. പറയണോ? വൈറ്റ് ബെൻസ് കിട്ടുവോ? വൈറ്റ് ബെൻസ് ബുദ്ധിമുട്ടാണ്, സിൽവർ ആണേ ഓക്കെ. ശരി, കട്ട് ചെയ്യണ്ട മാഷേ. വൈറ്റ് ബെൻസ് കിട്ടാൻ വഴിയില്ലല്ല, സിൽവർ ഉണ്ട്. അങ്ങനെയാണോ? സിൽവർ ഗ്രേയാ? ശരി, അയച്ചുവിട്. ശരി, താങ്ക്സ് മാഷേ. ശരി, ആ സിൽവർ ഗ്രേ ഓർഡർ ആക്കിക്കോ. ആ ശരി. അതെ, നിങ്ങളാണോ ബ്രോക്കർ രവി? രവി മേനോൻ. വണ്ടി കാണാനല്ലേ വന്നേ? ചെല്ല്. അതെ, പൂരം കാണാൻ വന്ന പോലെ നോക്കി നിൽക്കണം. എന്താ, കള്ളവണ്ടി വാങ്ങാനല്ലേ വന്നേ? അതെ, ആന്ധ്ര വരെ പോണം. ആന്ധ്രയോ? ആന്ധ്ര എന്ന് വെച്ചാ ആന്ധ്രയല്ല, പക്ഷെ ആന്ധ്ര പോലെ ലോങ് ഡിസ്റ്റൻസ് പോണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മാഷേ, ഈ ആന്ധ്ര മാറ്റർ ഇല്ലേ, അതങ്ങ് മറന്നേക്കട്ടെ. മറന്നു. പക്ഷെ ആദ്യം കാശിട്. അതെ, ഇൻഷുറൻസ് ഒക്കെ ഇല്ലേ? അല്ല, ഇൻഷുറൻസ് നമ്മുടെ നീ തരുന്ന കാശിന് ഇൻഷുറൻസും LIC പോളിസി എല്ലാം തരാം നിനക്ക്. കള്ളവണ്ടി വാങ്ങാൻ വന്നല്ലേ, എടുത്തിട്ട് പോടാ. അതെ, എന്താ കുറെ നേരമായിട്ട് തേടിക്കൊണ്ടിരിക്കണേ? അല്ല, നിങ്ങൾ ഗിയർ അടിച്ചു വെച്ചാ? ഓട്ടോ ഗിയറാടാ. ഓ, ഓട്ടോ ആണോ? ആ, കയ്യിലാണോ ഗിയർ? എടാ, വെറുതെ ചവിട്ടിയാ മതി, പൊക്കോളും.
ഹൈ ഇത് വളരെ സിമ്പിളാണല്ലോ. പ്രശസ്ത ചെയിൻ സ്നാച്ചറായ പെൺകുട്ടി കടവന്തറ ജംഗ്ഷനിൽ വെച്ച് പിടിയിലായി. പോലീസിന്റെ സാർ, കയ്യിൽ 2 ദിവസം. ഈ പേപ്പറും തരാമോ? ആ സ്ത്രീയെ വേറെ ആരോയാണ് കൊല ചെയ്തിരിക്കുന്നത്. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ചെന്ന് പെട്ടതാ. ഹലോ, എങ്ങനെയുണ്ട്? അതെ, കൽപ്പനയുടെ കൂടെ അവളുടെ അമ്മയ്ക്ക് എന്താ സംസാരിക്കണമെന്ന് ജസ്റ്റ് കൊടുക്കാണേ. ഹലോ ഹലോ, കൽപ്പന ഇവിടെ അടുത്തൊരു പോയിരിക്കുക. അവള് വന്ന ഉടനെ ഞാൻ ഫോൺ ചെയ്യാൻ പറയാം. മനസ്സിലായി മോനെ. അവക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടെന്നറിയാം. അവളോട് പറഞ്ഞേക്കൂ എനിക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. എന്നാ വെക്കട്ടെ. എന്താടാ പറ്റിയത്? എന്റെ മോളെ നോക്കിക്കൊള്ളണം, മനസ്സിലായോ? പക്ഷെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വണ്ടി ഇവിടെ ഉണ്ടാവണം. വണ്ടി ഇവിടെ തന്നിട്ട് നിനക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോവാം. ഇനി ദൈവം വിചാരിച്ച പോലും കാറ് കിട്ടില്ല. എങ്ങനെയെങ്കിലും ആ സേട്ടിന്റെ കാലെ വീണ് കൽപ്പനയെ രക്ഷിക്കണം. ബർമ എനിക്കൊരു വണ്ടിയെ സീസ് ചെയ്യണം. സാറേ, വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. ഈ വണ്ടിയാണ് സീസ് ചെയ്യേണ്ടത്. എനിക്കറിയാം നിനക്ക് ഈ വണ്ടിയാണ് വേണ്ടതെന്ന്. നീ സീസ് ചെയ്യാമെന്ന് സമ്മതിച്ച വണ്ടി എവിടെയുണ്ടെന്ന് ഞാൻ പറയാം. സാറേ, അവസാനമായിട്ട് ഈ റോഡിൽ എപ്പോഴാണ് വണ്ടി വന്നത്? അതൊന്നുമല്ല, വന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഒരു സൈക്കിൾ പോലെ ഈ വഴിക്ക് പോയില്ല, അതാ ചോദിച്ചേ. അല്ല സാർ, നിങ്ങൾക്ക് എന്തിനാ കാർ കിട്ടിയിട്ട്? ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ്, നിന്നോട് പറയാൻ താല്പര്യമില്ല. സംഭവം നടന്നു കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഫോൺ ചെയ്യൂ. ഇതിൽ എന്റെ വീതം ഇവിടെ. എന്തിനാ അവരെ ഷൂട്ട് ചെയ്ത്? അവൻ കുറച്ചല്ലേ ചോദിച്ചുള്ളൂ. നിനക്ക് ഒരു ഷെയർ വേണോ അത് 1 ഷെയർ വേണോ? അങ്ങോട്ട് സൈഡിലേക്ക് നിർത്തിക്കേ. ചാൾസ്, വണ്ടി നിർത്താം. സോറി മാഡം, നിങ്ങൾ പൊക്കോളൂ.
ഡാ നീ നിന്റെ ജോലി നോക്കിപ്പോടാ. ഏയ് നിർത്ത് നിർത്ത് നിർത്ത്, വണ്ടി നിർത്തിക്കേ. എവിടെ പോകുന്നു? ഇല്ല, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നെല്ലൈ വരെ പോവാണ്. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പോകും. എന്തിനാ സാറേ? ആ, ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ട് പോകുമോനെ. ആ, പേപ്പർ എടുക്കുക. സ്വാമി, എന്താണ് പ്രശ്നം? ചോദിച്ചോണ്ടിരിക്കണം സാർ. ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ കള്ളന്മാരെ പോലെ ചോദ്യം ചെയ്യുന്നേ? ഹലോ, ഇത് നിരോധിത മേഖലയാ. നിങ്ങളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പേപ്പർ ചോദിച്ചാൽ അത് കാണിച്ചിട്ട് അങ്ങ് പോയാ പോരെ? സാർ, ഇവരാരെന്നറിയോ? മിനിസ്റ്ററിന്റെ പി എ ആണ്. വേറെന്തൊക്കെ ഡീറ്റെയിൽസ് വേണോ? സോറി സർ, ഇത് ആദ്യം പറഞ്ഞാ പോരായിരുന്നോ? ഡോ, ആ? എന്താടോ ഇത് ആള് പോലും അറിയാതെ? സോറി മേഡം, സോറി. എന്താ മേഡം, നേരത്തെ പറഞ്ഞ പോരായിരുന്നോ? ചെക്ക് പോസ്റ്റ് തുറക്കടോ ആദ്യം. സോറി സർ. എല്ലാരും അകത്ത് വന്ന ഡീറ്റെയിൽസ് തന്നിട്ട് കീ മേടിച്ചാ മതി. ഹലോ പി എ മേഡം, നിങ്ങളോടും കൂടിയാ പറഞ്ഞത് അകത്ത് വന്ന് സൈൻ ചെയ്തിട്ട് കീ എടുത്തിട്ട് പോയിക്കോ. ഇങ്ങോട്ട് പാടോ. സാർ, വെയിറ്റ്, ഡോ ഇവിടെ വരാൻ പറഞ്ഞില്ലേ? ഞാൻ പറയുന്നത് വരെ നീ കണ്ണെടുക്കണ്ട, മനസ്സിലായല്ലോ? സ്വാമി ശരണയ്യപ്പ. അതൊക്കെ ഇരിക്കട്ടെ, അഡ്രസ് എടുത്ത് സൈൻ ചെയ്യ. എടോ സ്വാമി, സാർ, താൻ എന്തു നോക്കൊണ്ട് നിൽക്കുക? അത് കാണിക്ക്. സ്വാമി, താനിവിടെ വെറുതെ നിൽക്കാതെ വേറെ വല്ല വണ്ടി വരുന്നുണ്ടോ നോക്ക്. ചെല്. ശരി സാർ. എന്താ പി എ മേഡം, നിങ്ങളെന്താ സൈൻ ചെയ്യില്ലേ? സൈൻ ചെയ്യ്. कंट्रोल रूम एसआई सर. सर कंट्रोल रूम एसआई कनेक्शन सर. സർ റിസീവിംഗ് സർ. सर BMW ഒരു വൈറ്റ് കാർ മിസ്സിംഗ് സർ. ആ പറ സാറേ. കളർ വൈറ്റ്, നമ്പർ TN05 AB. TN05? TN05 AB. സാർ കേൾക്കുന്നില്ല. സർ TN05 AB 0. സാർ ക്ലിയർ ആവുന്നില്ല. സർ കേൾക്കുമോ സർ? സർ നോട്ട് ക്ലിയർ സർ. പ്ലീസ് റിപ്പീറ്റ് സർ. സർ സർ വണ്ടി നമ്പർ TN05 AB 0055. ഓക്കെ സാർ, ഓക്കെ. സർ സംശയിക്കപ്പെടുന്ന ഒരു വണ്ടി കണ്ടാലും വിടരുത് സർ. ശരി സാർ. അല്ല, വണ്ടി നമ്പർ 8055 ആണോ 0055 ആണോ? സർ 0055. സ്വാമി ശരണയ്യപ്പ. കർക്കിടക മാസത്തിൽ ശ്യാമശരണം ശ്യാമശരണം എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ടായി. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ആ ബ്രോക്കർ രവി ആയിരിക്കുമോ? സർ ബാഗ്. ബാഗിനെ പറ്റി നീ വിഷമിക്കണ്ട. വണ്ടി കിട്ടിയില്ലേ? സമയമായി, പൊക്കോ.
ATM വേനാ നമ്മളാ ചെയ്യാൻ പോണേ? നമ്മൾ ചെയ്യുന്നില്ല, വേറൊരു ടീമായിരിക്കും ചെയ്യുന്നത്. ആ ടീമിനെ നമ്മൾ പൊക്കും. അതെ, ഇവരെയാണോ പൊക്കണ്ടേ? പ്ലാൻ എങ്ങനെയാന്നുള്ളത് ഞാൻ പറയാം. ഞാൻ പറയുന്നത് മാത്രം നീ ചെയ്താൽ മതി. ഹലോ, പണം എടുത്തു കഴിഞ്ഞു. അത് സൂപ്പർ ട്ടോ. പക്ഷെ എന്തിനാ എന്നെ വിളിക്കണേ ഇപ്പോ? താൻ തന്റെ സ്പോട്ടിൽ പോക്കോ. നമ്മൾ പറഞ്ഞ പോലെ ഞാൻ വരാം. കൺഫേം, അവൻ തന്നെയാണ്. ആംഗ്രി ബേർഡ് എന്നൊക്കെ വെറുതെയാണോ ഈ പറയുന്നത്? ബർമ അങ്ങനെ ഓടി കളിക്കട്ടെ. എന്താടാ കളറത്? പിച്ചക്കാരൻ ഛർദിച്ചു. ചേട്ടാ, ഫോറിൻ സാധനം ഏട്ടാ, സ്പെഷ്യൽ ആയിട്ട് ചേട്ടൻ വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നാ. ആണോ? കുടിച്ചു നോക്ക്. എന്തൊരു നാറ്റതിന്. ഫോറിൻ സാധനമൊക്കെ അങ്ങനെ ഇരിക്കും ചേട്ടാ, കുടിക്കേ. ആ മതി. ആ ആ ആ മതി. നിക്കി നിക്കി ആട് ആട് ഓടി ഓടി ആട് ആട് കടിച്ചു പിടിച്ച് മുട്ട് കുത്തി വീണടുക്കി പാട് പാട് തൊട്ടുകട ദോശത്തിന്നം കപ്പ പുഴുക്ക് കടിച്ചു വിട്ട് പാടി നോക്കടാ. നിക്കി നിക്കി ആട് ആട് ഓടി ഓടി ആട് ആട് കടിച്ചു പിടിച്ച് മുട്ട് കുത്തി വീണടുക്കി പാട് പാട് തൊട്ടുകട ദോശത്തിന്നം കപ്പ പുഴുക്ക് കടിച്ചു വിട്ട് പാടി നോക്കടാ. ആ പേരൊഴിക്കടാ. നാല് പേരും ചുട്ടും നിന്ന് പൊറിച്ച മീനും ചേർത്തടിച്ച് കൂട്ടുകാരും ചേർന്ന് വന്നു. ലാപ്ടോപ്പും സെല്ലെടുത്ത് അവളുമായി ചേർന്നിരുന്ന് പാൽക്കണിയിൽ തിന്നും കണ്ട് പലമും മാറി എറിയുമല്ലോ. നീയും വാടി ബോഡി വാടി. Oh my guys, where are you? Come and see bad boys ഞങ്ങള് ചേർന്നിരുന്ന് കുഞ്ഞിയടി അടിച്ചു പോടി. Run for money dude. Run for money dude. നന്നായി മുറുക്കി പിടി, കാല് അമർത്തു നീ, കയ്യി ചേർത്ത് പിടി. Run for money dude. ചീത്ത ചെക്കനാടെ ജണ്ട സ്റ്റൈലാരെ പോ പോടി പെണ്ണെ. Run for money dude. ഒരു என்ன പഴഞ്ചൊരു. Oh my dog, where are you? Come and see. നിനക്കായി ബൗ ബൗ ചേർന്നിരുന്ന് ആടിയാലോ പിടിക്കാലോ. നിക്കി നിക്കി ആട് ആട് ഓടി ഓടി ആട് ആട് കടിച്ചു പിടിച്ച് മുട്ട് കുത്തി വീണടുക്കി പാട് പാട് തൊട്ടുകട ദോഷത്തിന്നം കപ്പ പുഴുക്ക് കടിച്ചു വിടു പാടി നോക്കടാ. ആ ബീറൊഴിക്കടാ. നന്നായി മുറുക്കി പിടി, കാല് അമർത്തു നീ, കയ്യി ചേർത്ത് പിടി. ചീത്ത ചെക്കനാടെ ജണ്ട സ്റ്റൈലാരെ പോ പോടി പെണ്ണെ. റൺ ഫോർ മണി ഡ്യൂഡ്. ഒരു என்ன பழஞ்சொரு. மணி டியூட். நன்னாய் முறுக்கி பிடி, காலு அமர்த்து நீ, கையை சேர்த்து பிடி. ஓடி ஓடி ஆடு ஆடு அடிச்சு பிடிச்சு பாடு பாடு. ரன் ஃபார் மணி டியூட்.
എന്താ ഏട്ടാ ഇത് ടൈറ്റാനിക് ഹീറോ പോലെ നിൽക്കുന്നുണ്ടല്ലോ. ഏയ് എന്നോടൊപ്പം കളിച്ചിരുന്ന ഗേൾസ് എവിടെ പോയി? ഗേൾസാ? അതേനേ, അടിച്ച് പൊളിച്ച് ആഹാ, ഫോറിൻ സാധനം നല്ലോണം വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഒരെണ്ണം കൂടി ഒന്ന് ഒഴിച്ചേ. എവിടെ? അതെല്ലാം നിങ്ങൾ തന്നെ കുടിച്ചു തീർത്തില്ലേ? ഞാൻ ഇത്രേ കഴിച്ചോളൂ, അറിയാമോ? ദേഷ്യപ്പെടല്ലേ കുട്ട, ഞാൻ നിനക്ക് വേറെ വാങ്ങിത്തരാം. ഒന്നും പറയണ്ട, വാങ്ങിച്ചെന്നിട്ട് ചേട്ടൻ തന്നെ എല്ലാം കുടിക്കാൻ വേണ്ടിയല്ല. നമുക്ക് നോക്കാം, വാ. നമ്മളെ ചതിച്ചോടാ നീ. ഇപ്പൊ എന്തിനാ നീ ഇവനെ ഷൂട്ട് ചെയ്തത്? അവന്റെ തനി സ്വഭാവം കണ്ടില്ലേ ക്ലാരെ? ഇതാരാണെന്ന് പറ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ രണ്ടുപേരവിടെ? എന്തായി? മുകളിൽ മാത്രം ഒറിജിനൽ നോട്ട് വെച്ചിട്ട് നമ്മളൊക്കെ പറ്റിച്ച്. എനിക്ക് അവനെ അപ്പോഴേ സംശയം ഉണ്ടായിരുന്നല്ലയാ. ആവശ്യമില്ലാതെ അവനെ തന്നെ നമ്മളെ സഹായിക്കുന്നേ. അതുകൊണ്ടാ ഞാൻ നേരത്തെ ചെക്ക് ചെയ്തിരുന്നു, മുഴുവനായിട്ടുമുണ്ട്. ബാഗ് ഞാൻ മാറ്റി. സ്വാമി, താനിവിടെ വെറുതെ നിൽക്കാതെ വേറെ വല്ല വണ്ടി വരുന്നുണ്ടോ നോക്ക്. ചെല്. ശരി സർ. സാർ, കൺട്രോൾ റൂമിൽ നിന്ന് SI കണക്ഷൻ സാർ. നിങ്ങൾക്ക് എന്തിനാ കാർ കിട്ടിയിട്ട്? ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ്, നിന്നോട് പറയാൻ താല്പര്യമില്ല. സാറേ, ക്ലിയർ ആവുന്നില്ല. ഇവൻ ആരാണ്? ഇവന് നീ തമ്മിൽ എന്താ ബന്ധം? ഈ വണ്ടി വിൽക്കുന്ന ബിസിനസ് മാത്രമേ എനിക്ക് അറിയൂ, വേറെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഫോട്ടോ ക്യാമറയിൽ ഫോട്ടോ കാണിച്ച് എന്നെ പറ്റിച്ചതാ. പറയടാ, കിടന്നു പോകാതെ ഒരു കുത്തുവെച്ചെന്നുണ്ടല്ലോ. ഈ തോക്ക് കണ്ടിട്ട് പേടിയാവുന്നത് സത്യമായിട്ട് പറയാ. നോണ പറയണമെന്ന് വിചാരിച്ച പോലും എനിക്ക് നോണ പറയാൻ പറ്റില്ല. നീ ആ തടിയനെ പോയി കണ്ടോ? അയാൾ കാർ അറേഞ്ച് ചെയ്ത് തരും. ബ്രോക്കർ രവിയുടെ അടുത്ത്. ക്ലാരെ, നീ എന്താ ചെയ്യുന്നേ? കാറൊന്ന് നന്നായി ചവിട്ടി പിടിക്കും മോനെ. ചേട്ടാ, നീ എവിടെ ചേട്ടാ? എടാ, ടെൻഷൻ ആവാതെ വാടാ. ചേട്ടാ, ബർമ്മ ചേട്ടാ, ബർമ്മയുടെ എങ്ങനെ ചേട്ടാ BMW? ചേട്ടാ, ബൂമറുടെ ബാഗും കൊണ്ട് പോകുന്നു. ബൂമറേ, എടാ, ആവശ്യമില്ലാത്ത സമയത്ത് കുടിക്കണ്ട. നീ തന്നെ ടെൻഷനാണേ, ഞാനല്ലേ കുടിക്കണേ. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, പോടാ. യോ, സേട്ട് ഫോൺ വിളിക്കും, വാടാ. മാരുതേ, ആ
ചേട്ടാ ഇവന്മാർക്ക് എവിടെ ചേട്ടാ ഇത്രയും പണം? ചേട്ടാ അവന്മാര് കാറെടുത്തോണ്ട് പോയി. ഡാ, പായസം കയ്യിൽ കിട്ടുമ്പോ പഴങ്കഞ്ഞിയെ കുറിച്ച് എന്തിനാടാ ഓർമ്മപ്പെടുത്തുന്നത്? എന്നാ പിടിച്ചോ. ഡാ, അത് പുറകോട്ട് വെക്ക. ഏതിനാടാ? എടാ മണ്ട, ഇന്ന് സ്വരൂപിച്ചാൽ നാളെ ഉപകരിക്കും. എടുത്ത് വെക്കേ. ബൂമർ ഫിനാൻസ് പേരെങ്ങനെയുണ്ട്? പറയടാ എവിടെയാ പണം? സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഇപ്പൊ ആ രണ്ടുപേരും എവിടെയാണെന്ന് പറ. നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കാം. ചേട്ടാ ബർമയുടെ കാറ് അവന്റെ കൊടുത്തു കഴിഞ്ഞാ വീണ്ടും CCക്ക് അവന്റെ തന്നെ പോവും. അത് ഡാ, ഇനി രാജാവ് ഞാൻ തന്നെയാണ്. ഇതിപ്പോ എവിടുന്ന ഒരു പോലീസ്? അതൊന്നുമില്ല ചേട്ടാ, മാസം അവസാനായില്ലേ, അതാ 100 കൊടുത്ത് അവര് പോയിക്കോളൂ. ഉറപ്പാണോ? അതെ. എന്താ സാറേ, വല്ല കഴിച്ചോ? കാശ് എവിടെയാടാ? ഞാൻ പറഞ്ഞില്ലേ. വേറെ ബാക്കിയൊന്നും വേണ്ടത് നിങ്ങൾ തന്നെ വെച്ചോളൂ. എന്താ ഇത്? പോലീസ് ചുറ്റുകളയുന്നല്ലോ. ഹലോ ചേട്ടോ, വൈകുന്നേരം വരെ സമയം തന്നിരുന്നു, വണ്ടി ഇതുവരെ വന്നിട്ടില്ല. ഒരു മിനിറ്റ്. ഹലോ സേട്ടു, ഞങ്ങൾക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഓഫീസിൽ വാ. സർ, ഇവിടുന്ന് കറക്റ്റ് 1 മണിക്കൂറിനകം കാറും RC ബുക്കും നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും. ഓക്കെ. പണം എവിടെ? പറ. ഇതാണ് ലാസ്റ്റ് ചാൻസ്. വെബ് സെക്യൂരിറ്റി സർവീസ് ATM വാനിൽ നിന്നും കൊള്ളയടിച്ച 5 കോടി രൂപയും 2 പേരെയും പോലീസ് വളഞ്ഞു. 1 മണിക്കൂർ നേരം കൊണ്ടാണ് പോലീസ് അവരെ പിടികൂടിയത്. ഇന്നത്തെ പ്രധാന വാർത്ത: കേരള പോലീസ് ATM വാൻ കൊള്ളയടിച്ചവരെ 1 മണിക്കൂർ കൊണ്ട് പിടികൂടി. ഇന്ന് കുണ്ടന്നൂർ ബൈപ്പാസ് വഴി വെബ് സെക്യൂരിറ്റി സർവീസ് ATM വാൻ ആരാന്നറിയാത്ത 2 രഹസ്യ കുറ്റവാളികൾ പോലീസുകാരുടെ പിടിയിൽ അകപ്പെടുകയും 5 കോടി രൂപ കണ്ടെടുക്കുകയും ചെയ്തു. കേസ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് കാണാം. ഇവരെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യം തുടരൽ 2 ദിവസത്തേക്ക് തുടരുമെന്നാണ് ഉന്നതർ. ഇനി വാർത്തകൾ ബ്രേക്കിന് ശേഷം. മോഷ്ടാക്കളെ പോലീസുകാർ 1 മണിക്കൂറിനുള്ളിലാണ് വളഞ്ഞു പിടിച്ചത്. ഈ കാര്യത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാലും സർ, എങ്ങനെയാണ് കള്ളന്മാരെ പിടികൂടിയത്? ബാങ്കിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഈ പണക്കെട്ടുകളുടെ ഇടയിൽ GPS ട്രാക്കിംഗ് ഡിവൈസസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കണ്ടുപിടിച്ചത്. ചാൻസ് കിട്ടിയപ്പോ എന്നെ ഒറ്റയ്ക്കാക്കെന്ന് കരുതിയല്ലേ? ഹലോ, നിങ്ങളുടെ നാടകമെല്ലാം പിന്നീട്. ആദ്യം താക്കോലുതാ. ഓൾ ദി ബെസ്റ്റ്, എൻജോയ്. പന്നി വരട്ടെ. ഏയ്, എന്താ? ഐ ലവ് യു. മീ ടു. എന്തേ, വേദനിച്ചോ? അതെ, ഇവിടെ കിസ് ചെയ്യണമെന്നോ? ഇവിടെ തന്നാ മതി. ഇവിടെ പോയിക്കോ. സേട്ടു, കുഞ്ഞിനെ കിട്ടിയില്ലേ? BMW കാറിനെ ഒരു കുട്ടിയെ പോലെ സംരക്ഷിക്കാൻ എനിക്കും അറിയാവൂടാ.
എന്റെ കുഞ്ഞിനെ കടത്താൻ നോക്കുകയാണോ? സേട്ടു, കുഞ്ഞിനെ കിട്ടിയില്ലേ? എടാ ഭയങ്കര അതിന് നീ കുട്ടിയെ ഹായ് എടാ ദുഷ്ട, കാടൊക്കെ ഒളിച്ചു വെച്ചേക്കാണല്ലേ. എല്ലാ പ്രാവശ്യം നീ തന്നെ ജയിക്കുന്നല്ലോ. നിന്നെ പോലെ ഞാൻ എന്താ കളറാണെന്ന് വിചാരിച്ചോ? കാശെടുക്കടാ. എന്താ പോലെ ഇന്ന് ആപ്പിളാണോ? പോടാ. എന്താ വെച്ചാൽ ജയിച്ച കാശിനൊക്കെ ആപ്പിൾ വാങ്ങി കൊടുത്തു തന്നു. അതിന് നിനക്കെന്താ? ശരി, നീ കാർഡിട്. ആദ്യം കാശ്, പിന്നെ കാട്. എന്നാ പിടിച്ചോ. ഇത് നിനക്ക് എന്താണെന്നറിയാമോ? എലിസബത്ത് രാജ്ഞിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഈസ്റ്റർ മുട്ടയാണ്. ഇതിന് എത്ര കാശെന്നറിയാമോ? 10,000 രൂപ. ഇത് വെച്ച് കളിക്കാൻ പോവാ. കാർഡിട്. മാർക്കറ്റിൽ നിന്ന് 10 രൂപ കൊടുത്ത് മേടിച്ചിട്ട് 10,000 രൂപ. ഒന്ന് പോടാ. ഹലോ, എന്താണ് മോനെ ബർമ്മ, സുഖാണോ? വേലായുധൻ സാർ, നിങ്ങൾ? ഈ പ്രാവശ്യത്തെ സീസിംഗ് ഓർഡർ ഞാനോടെ എടുത്തിരിക്കുന്നത്. സാറേ, നല്ല കാര്യം തന്നെ. പറ സാറേ. ഒരു വണ്ടി സീസ് ചെയ്യണമായിരുന്നു, ചെയ്യാൻ പറ്റുമോ? സാറേ, നിങ്ങൾ പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റുമോ? വണ്ടി ഏതാന്ന് പറയേ. TN20AB TN20AB 0756. വണ്ടി പൊക്കി കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കണേ. ഓക്കെ സാർ. ഹലോ, എന്തായി? എലി തനിയെ വന്ന് കുറുക്കില് വീണിട്ടുണ്ട് സാർ.